പ്രതിപക്ഷം വളരെ ദുർബലമാണെന്നും മുന്നോട്ടിങ്ങനെ പോക്ക് എങ്ങനെയെന്നുള്ളതിനെ പറ്റി MLA-മാർക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. അത് തന്നെ മുൻമന്ത്രിമാരെല്ലാം ഭയത്തിന് വക്കത്താണ്. എപ്പോഴാണ് ജയിലിൽ പോകുന്നത് പേടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. ഇങ്ങനെയെല്ലാം ഉണ്ടായപ്പോൾ പ്രതിപക്ഷം ശക്തമാണെന്ന് വരുത്തി തീർക്കാൻ പ്രതിപക്ഷ നേതാവും എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി എന്ന ഉപദേശം ഇതിനെക്കുറിച്ച് ആലോചിച്ച് ചെയ്ത ഒരു സമര പരിപാടിയാണ്. അത് ഇച്ചിരി എടുത്തിയാട്ടമായിപ്പോയി. എങ്കിലും ഒരു പാർട്ടി എന്നതിൽ അവർ സമരം ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്താമെന്ന് ഞാനില്ല. അതിനകത്ത് ഒരു പ്രശ്നവും ആകെ ഉള്ള പ്രശ്നം എന്താ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി അംഗീകരിച്ച ഫീസാണ്. ഇനി അത് മാറ്റി ഇനി ഹൈക്കോടതി പോകേണ്ട ഗതിയാണ്. സുപ്രീം കോടതി അപ്രൂവ് ചെയ്ത് കൊടുത്ത അഡ്മിഷൻ. പിന്നെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനേക്കാൾ 350 സൗജന്യ സീറ്റ് കൂടുതൽ. ആ ഇടനില 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപ കൂടുതലുള്ളവർക്കുള്ള ഒരു ഫീസുണ്ട്. അത് 1.65 ആയിരുന്നത് 1.85 ആയിരുന്നത് 2.5 അത്രേ ഉള്ളൂ പ്രശ്നം. അപ്പം 30 സീറ്റിന് ഒരു കോളേജിലെ 30 സീറ്റിന് 1.85 കൊടുത്താൽ മതി. അത് 2.5 ലക്ഷമായി. അപ്പോൾ ഒരു നിസ്സാര ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ സമരമാണ്. ഇത്രയും ദിവസം നിയമസഭയെ നിർജ്ജീവമാക്കി ശരിയാണ്. എനിക്ക് ആദ്യം ഒരു സംശയം പിണറായി സഖാവും ഈ UDF ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാണത്. കാരണം ഒന്നും ഡിസ്കഷൻ ഇല്ലാതെ ബഡ്ജറ്റ് ഡിസ്കഷൻ ഇല്ലാതെ പോവില്ലേ. പിന്നീട് അത് മനസ്സിലായത് അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, പിണറായി ഉറച്ച സ്റ്റാൻഡാണ്. അപ്പോൾ പിന്നെ സമരത്തിൽ നിന്ന് ഇവർക്ക് മാറാനുള്ള ഫേസ് സേവിങ് കൊടുക്കാനുള്ള നടപടി വേണമെന്നുള്ള അഭിപ്രായം പറഞ്ഞ ആളാണ്. ഏതായാലും വെറും 7.5 ലക്ഷം രൂപ മാത്രം ഫീസിൻ്റെ പ്രശ്നത്തിന് വേണ്ടി നമ്മുടെ പരിയാടത്ത് 2.5 ആക്കി 2.25 ആക്കിയ പ്രശ്നം സമരം വിഡ്രോ ചെയ്യപ്പെടുമായിരുന്നു കഴിഞ്ഞ ദിവസം. അതിൻ്റെ അർത്ഥം എന്താ, 25,000 വന്ന് 30 സീറ്റിന് 25 രൂപ എന്ന് പറഞ്ഞാൽ 30, 15, 7.5 ലക്ഷം രൂപ. ഞാൻ 7.5 ലക്ഷം രൂപ കൊടുത്തേക്കായിരുന്നു സമരം ചെയ്യേണ്ടായിരുന്നു. നല്ല കാര്യമുണ്ട്. എനിക്ക് ദുഃഖം തോന്നുന്നു. ഏതായാലും ഒരു ഗുണം പ്രതിപക്ഷത്തിന് കിട്ടി, കോൺഗ്രസ്സിന്. മാണി ഇല്ലാതെ കോൺഗ്രസ് സജീവമായി രംഗത്ത് വരാൻ കഴിയുമെന്ന് പ്രവർത്തകരുടെ ആ കൂട്ടായ്മ വഴി തെളിയിക്കാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. ആകെ ഇത് മുസ്ലിം ലീഗിൻ്റെ ഉറച്ച നിലപാടും കോൺഗ്രസിന് സഹായകരമായ നിലപാടായിരുന്നു. ഇതൊരു ഗുണം അവർക്ക് കിട്ടിയിട്ടുണ്ട്. മാണി പോയതുകൊണ്ട് കോൺഗ്രസ് ഒന്നും സംഭവിച്ചില്ല എന്നാണ് പറയുന്നത്. സംശയമില്ലാത്ത കാര്യമില്ല. മാണി പോയിട്ട് എന്താ, മാണി എവിടെ പോയി? ഇന്ന് തന്നെ ഈ ചർച്ച നന്നായി. ഇന്ന് ഹൈക്കോടതി വിധിയായിരുന്നു. മാണി പ്രതിഷ്ഠ കുറ്റക്കാരന്, കോഴിക്കേസും പോയി, സ്വർണ്ണക്കേസും പോയി, എല്ലാം പോയി. മാണി വെള്ളത്തിലായി. FIR സ്ക്വാഷ് ചെയ്യണമെന്ന് ഹൈക്കോടതിയോട് ചെന്നപ്പം മുഴുവൻ പഠിച്ചേച്ച് ഹൈക്കോടതി ജഡ്ജി പറഞ്ഞിരിക്കുന്നത് എല്ലാം ശരിയാണ്. പ്രതിപക്ഷ കുറ്റക്കാരനാണെന്ന് പറഞ്ഞിരിക്കുക. മാനാഭിമാനമുള്ളവനാണെങ്കിൽ മാണി രാജിവെക്കണം MLA സ്ഥാനം. ഇപ്പം പാലാക്കാരെന്ന് പറഞ്ഞാൽ അന്നേരം നാട്ടുകാരെ കള്ളന്ന് വിളിക്കാൻ തുടങ്ങിയിരിക്കുക. മാണി പാലായിൽ MLA ആയതുകൊണ്ട് പാലാക്കാരെന്ന് പോലും മനുഷ്യർ പറയാൻ പറ്റാതായിരിക്കും പാലാക്കാരൻ. അവിടെ ഇനി ചെയ്യാവുന്ന കാര്യം, ഇനിയിപ്പം ഞങ്ങൾ MLA-മാരെങ്ങനെ ഈ മാണിയോടുത്ത് ഇരിക്കുന്നത്? മാണിയോടുത്ത് MLA ആണെന്ന് കള്ളൻ്റെ കൊടുത്ത് കൂട്ടാന്ന് പറയും. അതുകൊണ്ട് മാണി ചെയ്യേണ്ട ഒരു മര്യാദ തൻ്റെ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് നിരപരാധിത്വം തെളിയിച്ചതിന് ശേഷമാണ് നിയമസഭയിലേക്ക് പറയുന്നത്. അല്ലാതെ അദ്ദേഹം നിയമസഭ വരുന്നത് ശരിയല്ല, തെറ്റാണ്. എനിക്ക് 100% മാണി കാട്ടുകള്ളനാണെന്ന് ബോധ്യമുള്ളതാണ്. അതാണ് പ്രശ്നം. ഈ കോഴിക്കോട് കേസിൽ മാണി എത്രമാത്രം ഇൻവോൾവ് ആണെന്ന് ബോധ്യമുണ്ട്? മാണി 100% ഇൻവോൾവാണ്. മാണി ഇൻവോൾവായിട്ടുള്ളൂ, ഒരു സംശയം വേണം. മാണി അറിയാതെ ഈ രാജ്യത്ത് ഒരു കള്ളവും നടന്നിട്ടില്ല, എഴുതിയിട്ടു, ഒരു സംശയം വേണം. ഈ ഇടയ്ക്ക് നിയമസഭയെക്കുറിച്ചൊരു ആരോപണം വന്നപ്പോൾ പിണറായി വിജയനെ എതിർക്കാൻ നിയമസഭയിൽ ആരുമില്ല, ആകപ്പാടെയുള്ളത് PC ജോർജ് മാത്രമാണ് എന്ന തരത്തിലൊരു കളിയാക്കൽ, ആളുകളുടെ ഒരു കളിയാക്കൽ വന്നു. PC ജോർജിന് മാത്രമേ പിണറായി വിജയനെ നേരിടാൻ ധൈര്യമുള്ളൂ, പ്രതിപക്ഷത്തിന് പിണറായി വിജയനെ നേരിടാൻ ധൈര്യമില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ പിണറായി സഖാവുമായി എനിക്ക് വ്യക്തിപരമായി യാതൊരു ശത്രുതയില്ലല്ലോ. അദ്ദേഹം നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും, ഒരു സംശയം വേണ്ട. അദ്ദേഹം തെറ്റ് ചെയ്താൽ ആര് എതിർത്താലും തെറ്റായതെന്ന് പറയും. എനിക്കതിനാരും ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാനൊരു മുന്നണിയുടെയും ഭാഗമല്ല. ഞാൻ ഈ നിയമസഭയിൽ വന്നിരിക്കുന്ന പിണറായി സഖാവിൻ്റെ ഔദാര്യമില്ല. അല്ല, പിണറായി സഖാവിന് ശക്തമായ എതിർപ്പും രമേശ് ചെന്നിത്തല ഉൾപ്പെടെ കോൺഗ്രസിന് ശക്തമായ എതിർപ്പും മാണി ഗ്രൂപ്പിൻ്റെ എതിർപ്പും BJP ഉൾപ്പെടെ മുഴുവൻ എതിർപ്പും നേരിട്ട് തന്നെയാണ് ഞാൻ നിയമസഭ വന്നിരിക്കുന്നത്. അതും 28,000 വോട്ടിന് ഭൂരിപക്ഷത്തിലാണ് വന്നിരിക്കുന്നത്. ഞാൻ പിന്നെ ആരെ ഭയപ്പെടാൻ? ഞാൻ ആകെ ലോകത്ത് ഭയപ്പെടുന്നത് എൻ്റെ പൂഞ്ഞാലിലെ ജനങ്ങളെ മാത്രമാണ്. ഇപ്പം ഞാൻ ഈരാറ്റുപേട്ട ചെല്ലുമ്പം ഈരാറ്റുപേട്ടക്കാരെ നീ ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കുറ്റക്കാരനാണ്.
അതുകൊണ്ട് എൻ്റെ നാട്ടുകാരെ കൊണ്ട് ഞാൻ കുറ്റക്കാരാണെന്ന് പറയിക്കാതിരിക്കാനുള്ള എല്ലാ തീരുമാനവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അതല്ലാതെ ജനങ്ങളെ വഞ്ചിക്കാൻ ഞാനില്ല. എന്നോട് ജനം പറഞ്ഞ നിഷ്പക്ഷമായ നിലപാട്. ഞാൻ നിയമസഭ ഇതുവരെയും UDF LDF വോട്ട് ചെയ്തിട്ട് ചെയ്യുകയില്ല. അത് ചെയ്യാൻ ജനം പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ഇത് ഡിമാൻഡ് ഡിസ്കഷൻ നടന്നു. ഞാൻ ഡിമാൻഡ് ഡിസ്കഷൻ പങ്കെടുക്കാറുണ്ട്. ക്രിയാത്മകമായി എൻ്റെ അഭിപ്രായം പറയാറുണ്ട്. പ്രതിപക്ഷത്ത് ആരുമില്ല, ഞാൻ തന്നെ പറയും. അതോടൊപ്പം വോട്ടിങ്ങിൽ ഞാൻ പങ്കെടുക്കുകയില്ല. അങ്ങനെ പോവുകയാണ്. ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോകും, യാതൊരു സംശയവും. ബന്ധു വിചാരിച്ച് പിണറായി വിജയനെ വഴി നീള തെറി പറഞ്ഞുകൊണ്ടെങ്കിൽ എൻ്റെ ജോലിയല്ല. അത് വേറെ വല്ലവരും ഏറ്റവും എന്നെ അതൊന്നും ഏൽപ്പിക്കരുതാരും. ഞാൻ ആരുടെയും വക്താവല്ല. ഞാൻ പൂഞ്ഞാറിലെ ജനങ്ങളുടെ വക്താവാണ്. ആ ജനപക്ഷ രാഷ്ട്രീയമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലത്തിൽ നിന്നും നൂറുകണക്കിന് ആളുകളുടെ മെസ്സേജും കത്തുകളും ജനപക്ഷത്തിന് അനുകൂലമായി വരുന്നുണ്ട്. വിദേശ മലയാളികൾ എനിക്ക് നൽകിയ പിന്തുണ നിസ്സാരമല്ല. വിദേശ മലയാളികളാണ് ഏറ്റവും കൂടുതൽ പിന്തുണ എനിക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ NRI വിദേശ മലയാളികളുമായി വളരെയേറെ ആഭിമുഖ്യത്തോടെ തന്നെ പോകാനാണ് തീരുമാനം. അവരുമായിട്ട് വളരെ സീരിയസ് ആലോചിച്ചിട്ട്, കേരളത്തിലെ ജനങ്ങളുമായിട്ട് ആലോചിച്ചിട്ട് ഒരു സംശയം വേണം, ഡിസംബർ മാസത്തോടുകൂടി ജനപക്ഷ രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുണ്ടാവും. 140 നിയോജക മണ്ഡലത്തിലും 14 ജില്ലകളിലും ഔദ്യോഗികമായി കമ്മിറ്റി ഉണ്ടാവും എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. പാർട്ടിയുടെ പേര് ജനപക്ഷ രാഷ്ട്രീയം എന്നതിന്, അതായത് ഒരു സാംസ്കാരിക സംഘടനയെ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സാംസ്കാരിക സംഘടന എന്നതിൽ ആ പാർട്ടി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കാനുള്ള അവകാശം ഉൾപ്പെടെ ഉള്ള ഒരു സാംസ്കാരിക നേതൃത്വമായി അതിനെ മാറ്റാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഡിസംബർ മാസത്തിൽ കാണും. പാർശ്വവൽക്കരിക്കേണ്ട മുഴുവൻ ജനവും കാണും. ഇവിടുത്തെ പിന്നോക്കക്കാർ ബഹുഭൂരിപക്ഷം ഉണ്ടാവും. ഇവിടുത്തെ പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ മുഴുവൻ കാണും. ഇവിടുത്തെ ഒരു സംശയം വേണ്ട കൺവേർട്ടഡ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ മുഴുവൻ ഉണ്ടാവും. ഇവിടുത്തെ SC/ST പറഞ്ഞല്ലോ, ഇവിടുത്തെ നാടാർ സമൂഹം നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ പരിപൂർണ്ണ പിന്തുണയുണ്ടാവും. അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിൻ്റെ നമുക്കറിയാം, വിളക്കത്തല നായർ സമൂഹം, അങ്ങനെയുള്ളവർ. അതുപോലെ തന്നെ നമ്മുടെ ബ്രാഹ്മണ മഹാസഭയുണ്ട്, അവർക്ക് എന്നാ ഉള്ളത്, അവർ നമ്മുടെ കൂട്ടത്തില അങ്ങനെ ഉണ്ടാവും. അതുപോലെ നമ്മുടെ വിശ്വകർമ്മജർ, ഇവരെല്ലാം കൂട്ടിക്കൊണ്ടുള്ള ഒരു പ്രയാണമായിരിക്കും. അത് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മുന്നേറ്റമാക്കിയതിനെ മാറ്റും, ഒരു തർക്കമുണ്ട്. ഈ ഇടയ്ക്ക് അങ്ങ് നിയമസഭയിൽ അങ്ങ് ചില പ്രശ്നങ്ങൾ അങ്ങേക്ക് നേരിടേണ്ടി വന്നു. അതായത് സബ്മിഷൻ ഉന്നയിച്ചപ്പോഴത്തേക്ക് ആവശ്യത്തിന് സമയം കിട്ടുന്നില്ല എന്നൊരു പരാതി അങ്ങ് ഉന്നയിക്കുകയും ചെയ്തു. ഒരു സ്വതന്ത്ര അംഗത്തിന് വേണ്ട ഒരു പിന്തുണ നിയമസഭയിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അത് തെറ്റായ പ്രചരണമാണ്. എനിക്ക് നിയമസഭയിൽ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഡെപ്യൂട്ടി സ്പീക്കറുടെ ഭാഗത്തു നിന്നും മറ്റ് MLA-മാരുടെ ഭാഗത്തു നിന്നും ഇന്നുവരെ ലഭിക്കാത്ത സ്നേഹവും സഹകരണവും കിട്ടുന്നുണ്ട്, പിന്തുണയും കിട്ടുന്നുണ്ട്. ബഹുമാനപ്പെട്ട സ്പീക്കർ, എനിക്ക് വളരെ ബഹുമാനത്തോട് മാത്രമേ അദ്ദേഹത്തെ പറ്റി പറയാൻ കഴിയും. വളരെ മാന്യമായ സമീപനമാണ് എന്നോട് ഇതുവരെ കാണിച്ചിട്ടുള്ളത്. ആ ഡെപ്യൂട്ടി സ്പീക്കർ ഇന്ന് തന്നെ ഞാൻ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം നിർത്താൻ പറഞ്ഞു, ഞാൻ സ്വയം നിർത്തുകയാണ്. അത്രമാത്രം മാന്യമായ സമീപനം നിയമസഭയിലെ അവിടുന്ന് സ്റ്റാഫിൻ്റെയും നിയമസഭാ സ്റ്റാഫ് അവിടുന്ന് ഏറ്റവും മാന്യമായ സാറിന് കിട്ടുന്നു. എനിക്ക് എല്ലാം കൊണ്ടും ഒരു മനസ്സമാധാനവും സന്തോഷമുള്ള ഒരു കാര്യം. ഏത് അത് വികാരപരമായ ഇഷ്യൂ ആയിരുന്നു. അതുകൊണ്ടാണ്. കാരണം കേരളത്തിലെ പാവപ്പെട്ട ലോൺ എടുത്തിരിക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളെ ജപ്തി ചെയ്യാനായിട്ട് കളക്ടർമാർ, ഇവർക്ക് ആരായി ഓർഡർ കൊടുത്ത് കളക്ടർമാർക്കും തഹസീൽദാർമാർക്കും ജപ്തി ചെയ്യാൻ? ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് മറുപടി പറഞ്ഞു. ഞാൻ അതുകൊണ്ട് മറുപടി പറയണ്ട. മുഖ്യമന്ത്രി ആ വികാരം മുഴുവൻ ഉൾക്കൊണ്ടല്ലോ. അത് എന്നുവെച്ച് റിലയൻസിനെ പോലെ കമ്പനികൾ, കൊള്ളസംഘങ്ങൾ പിള്ളേരുടെ മാതാപിതാക്കന്മാരെ ആക്രമിക്കുക, ഭീഷണിപ്പെടുത്തുക, ഇതാരായത്? ഇത് കേരളമല്ലേ? ഇവരൊക്കെ പിടിച്ച് കൽത്തുറുമ്പിലിടണം. അതാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ഏതായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നതിൽ സന്തോഷമുണ്ട്. ചെറിയൊരു അപ്പോഴേ 11-ാം തീയതി ഗാന്ധി ഭവനിൽ വെച്ച് PC പരിപാടി ഉണ്ടല്ലോ.